പട്ടിണി പിടിമുറക്കുന്ന ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ മാനുഷിക ദുരന്തം ഭയാനകമായിരിക്കുമെന്ന് UN സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പ്. ഫലസ്തീൻ ജനതയ്ക്ക് കൂട്ടശിക്ഷ വിധിക്കുന്ന ഇസ്രായേൽ നീക്കം സർവ്വ സീമകളും ലംഘിച്ചതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഗസയിലേക്കുള്ള സഹായം തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ നടപടി പട്ടിണിക്ക് ആക്കം കൂട്ടുകയാണ്. ഫലസ്തീൻ അവകാശങ്ങൾ കവറും ദ്വിരാഷ്ട്ര ഫോർമുല തള്ളിയും ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് സംഘർഷം അനിശ്ചിതമായി നീളാൻ കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ പുതിയ നിർദ്ദേശത്തിൽ യൂറോപ്യൻ യൂണിയൻ ഞെട്ടൽ രേഖപ്പെടുത്തിയിരുന്നു. കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഫലസ്തീനികളെ അവിടേക്ക് പുറന്തള്ളാനുള്ള നിർദ്ദേശം ആപൽക്കരമെന്ന് കഴിഞ്ഞ ദിവസം ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്ത വന്നതോടെ അത്തരമൊരു നിർദ്ദേശം തങ്ങൾ സമർപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പിന്നീട് തിരുത്തുകയും ചെയ്തു. യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ഗസയിലെ മനുഷ്യർ പട്ടിണിയോടും രോഗത്തോടും മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഗസയിലെ 5 ലക്ഷത്തോളം ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്നതായി UN ഏജൻസികളും ഹമാസും കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. റഫ അതിർത്തി തുറന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ നടപടി വേണമെന്ന് ഹമാസ് ഈജിപ്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഗസയിൽ വെടിനിർത്തൽ വൈകരുതെന്ന് നോർവീജിയയും സ്ലോവേനിയയും ആവശ്യപ്പെട്ടു. അതിനിടെ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗസയിലെ ഖാൻ യൂനിസിൽ കുടിയൊഴിപ്പിക്കലിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ. 5.25 ലക്ഷം പേരോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് അധിനിവേശ സേന ആവശ്യപ്പെട്ടു. നഗരത്തിലെ ആശുപത്രികൾ വളഞ്ഞ സൈന്യം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം തുടരുകയാണ്. ഖാൻ യൂനിസിലെ നാസർ, അൽ അമൽ, അൽ അക്സ എന്നീ ആശുപത്രികൾക്ക് സമീപമാണ് ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തുന്നത്. ഖാൻ യൂനിസിലെ 4 ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഏകദേശം 90,000 പ്രദേശവാസികളോടും 4,25,000 അഭയാർത്ഥികളോടും ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ഉത്തരവ്. യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കായി ഐക്യരാഷ്ട്രസഭ നടത്തുന്ന 24 അഭയാർത്ഥി ക്യാമ്പുകൾ, ഗസയിൽ ഇപ്പോഴും ഭാഗികമായി പ്രവർത്തിക്കുന്ന 15 ആശുപത്രികളിൽ 3 എണ്ണം, 3 ക്ലിനിക്കുകൾ എന്നിവയ്ക്കും കുടിയൊഴിഞ്ഞു പോകാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഖാൻ യൂനിസിന്റെ പടിഞ്ഞാറുള്ള അൽഗിർ ഹോസ്പിറ്റലിൽ ഇരച്ചുകയറിയ ഇസ്രായേൽ സൈന്യം ജീവനക്കാരെ പിടിച്ചുകൊണ്ടുപോകുകയും ആശുപത്രിയിൽ അഭയം തേടിയവരെ തെക്കൻ ഗസയിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വടക്കൻ ഇസ്രായേലിലെ മൗണ്ട് മൊറോണിൽ വ്യോമസേനാ താവളത്തിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തി. താവളത്തിന് തകരാർ സംഭവിച്ചതായി സൈന്യം സ്ഥിരീകരിച്ചു. യമനിൽ US UK സഖ്യം ഇന്നലെയും ഹൂതി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഏദൻ കടലിൽ US സൈനിക ചരക്കുകപ്പൽ ഓഷ്യൻ ജാസിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് പ്രതികാര നടപടിയാണ് ഇതെന്നായിരുന്നു അമേരിക്കയുടെ വിശദീകരണം.